ഞാൻ തെളിയിക്കാൻ രേഖകളുമായി ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലണം. അങ്ങനെ എനിക്ക് പൗരത്വം അനുവദിച്ചാൽ അത് ചലഞ്ച് ചെയ്യാൻ ഇന്ത്യയിലുള്ള ഏത് മനുഷ്യനും അവകാശമുണ്ട്. ഇന്ത്യയിലുള്ള ആർക്കും പോയിട്ട് അജിംസ് എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടതോടുകൂടി ഞാൻ എന്തായി, ഞാൻ പൗരത്വം ഇല്ലാത്ത ആളായി മാറി. എന്റെ സ്വത്തുക്കൾ എന്തായി മാറി, എനിമി പ്രോപ്പർട്ടിയായി മാറുന്നു. എനിമി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോറിൻ പ്രോപ്പർട്ടിയായി മാറുന്നു. അതെന്തുമായി മാറാം. ഞാൻ പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി സുരേന്ദ്രന്റെ ഭാഷയിൽ കോൺസെൻട്രേഷൻ ജയിലുകൾ. അതൊന്നും അറിയാതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ അതിനെ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുന്നതിന് പകരം കോൺസെൻട്രേഷൻ സെന്റർ എന്ന് പറയുന്നത്? സുരേന്ദ്രൻ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനല്ലോ. സുരേന്ദ്രൻ ബിരുദധാരിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് അതിനെ കോൺസെൻട്രേഷൻ ജയിലുകൾ എന്ന് വിളിക്കുന്നത്? അത് എന്താണ് എന്നതിനെ കുറിച്ച് RSSനും സംഘപരിവാറിനും കൃത്യമായ അജണ്ടയുണ്ട്. അത് കേവലം ഡീപ്പോർട്ടേഷൻ സെന്ററുകളോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് സെന്ററുകളോ അല്ലെങ്കിൽ എന്താണ് പറയുക ഡിറ്റൻഷൻ സെന്ററുകളോ അല്ല, പകരം അത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് എന്ന് അവരുടെ ശാഖകളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്. പിണറായി ഉണ്ടാക്കിയത് കോൺസെൻട്രേഷൻ